ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ്. ടു വേ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഗൈസ്, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്, സന്തോഷമായിരിക്കണം. എനിവേസ്, ഞാനിപ്പോൾ ഇങ്ങനെ ക്യാഷ്വലായിട്ട് വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പോൾ ഇതെന്താ കാണിക്കാൻ പോകുന്നത്. ഓഫ്കോഴ്സ് ഞാൻ വീട്ടിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മളിന്ന് പുറത്തും കാര്യങ്ങളൊന്നും പോകുന്നില്ലായിരുന്നു. രാവിലെ ഷോപ്പിൻ്റെ ആവശ്യത്തിന് പോകണമായിരുന്നു. അതിന് പോയി ഞാൻ വന്നു. ഇവിടെ ഓൾമോസ്റ്റ് നമുക്ക് പണിക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് കടയുടെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഷോപ്പ് എടുത്തു, അതിന് ഇൻറ്റീരിയൽ വർക്ക് നടക്കുന്നതേ ഉള്ളൂ കടയിൽ. അപ്പം നമ്മൾ രാവിലെ വൈകിട്ടും അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോകും. പിന്നെ അതിനുശേഷം ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താൽ എന്തായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന പുറത്ത് പോകുമ്പോൾ ഞാൻ വേറില്ല, അങ്ങനെയല്ല. ഞാൻ നമുക്കറിയാമല്ലോ, ഇൻസ്റ്റയിൽ നമ്മൾ ഫോട്ടോ എടുക്കും, സ്നാപ്ചാറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കും, അതിനകത്തൊക്കെ നമുക്ക് ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കും. അതല്ലാണ്ട് ഞാനിപ്പം ഈ പറയുന്നത് പോലെ ഫേസ് മേക്കപ്പ് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന കംപ്ലീറ്റ് അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കംപ്ലീറ്റ്ലി ഞാൻ അങ്ങനെ ഭയങ്കര മേക്കപ്പ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ ആദ്യം ഒരു ഡെർഡോക്കിൻ്റെ സിറം യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ പോൺസിൻ്റെ നമുക്ക് എല്ലാ ഫേസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ഹൈഡ്രാ മിറാക്കിളിൻ്റെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ. അത് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ പോൺസിൻ്റെ ഈ പറയുന്നത് പോലെ ഈ ഒരു ക്രീം, ഇത് ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിക്കുന്ന ആ ഒരു ടൈം മുതലേ ഈ പോൺസിൻ്റെ ക്രീം യൂസ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഒരു 1 ഇയർ കൊണ്ടാണ് ഞാനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്, ആക്ച്വലി കുറേ നാളിന് ശേഷമാണ് ഇതൊക്കെ ഒരു ട്രെൻഡിങ്ങിൽ തന്നെ വരുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കിനും പിന്നെ പോൺസിൻ്റെ തന്നെ പൗഡർ, ഞാൻ എല്ലാ സാധനങ്ങളും പോൺസിൻ്റെയാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് തന്നെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഞാൻ എഴുതാറില്ല. എനിക്കത് ഇഷ്ടമല്ല. എഴുതുമായിരുന്നു, കോളേജ് ടൈമിലൊക്കെ എഴുതുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. പിന്നെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യും, ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടും എനിക്കെന്താ ഐബ്രോസ് ഇല്ലാത്തതെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യും. പക്ഷേ എനിക്ക് പണ്ടത്തതിനേക്കാട്ടിലും ഐബ്രോസ് ഉണ്ട്. അതെന്നെ അറിയാവുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയാം. അല്ലാണ്ട് വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഈ പറഞ്ഞ ലിപ്സ്റ്റിക്ക്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആഹാരം കഴിക്കാതെ ജീവിക്കും, പക്ഷേ ലിപ്സ്റ്റിക്ക് ഇടാതെ ജീവിക്കത്തില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഞാൻ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഖൂബ്സൂരത് കുച്ചിപ്പുടി. പിന്നെ അതുപോലെ തന്നെ ഇൻസൈറ്റിൻ്റെ ഓൾവേസ് ക്ലാസി എന്ന് പറഞ്ഞൊരു 22 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ മാഴ്സിൻ്റെ തന്നെ ഒരു ലിപ് ബാം, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ വേറെ ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ആദ്യം തന്നെ ക്ലിയർ ചെയ്യാം. ഫേസ് ഇപ്പോൾ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് മേടിക്കുന്ന ഒരു സൺസ്ക്രീനിൻ്റെ വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, വെറ്റ് വൈപ്സ്. സോ നമുക്കത് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ കാർക്കൂന്തൽ നമുക്കൊന്ന് കെട്ടി വെക്കാം. ഓക്കെ, ഞാനെൻ്റെ കാർക്കൂന്തൽ ഒന്ന് കെട്ടി വെച്ചെടുക്കാം. സോ നമ്മൾ കാർക്കൂന്തൽ കെട്ടിവെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫേസ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് പിമ്പിൾ വന്നിട്ട് നല്ല വേദനയില്ല. നമ്മുടെ മുഖത്ത് വലിയ അഴുക്ക് കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ഞാൻ ഫേസ് വാഷ് ഇട്ട് രാവിലെ ഫേസ് കഴുകിയിട്ടാണ് പോലും ചെറിയ രീതിക്ക് അഴുക്കല് കണ്ടോ. അത് ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ആയതായിരിക്കാൻ വേണ്ടി. നമ്മുടെ കംപ്ലീറ്റ് ഒരുപാട് ലിപ്സ്റ്റിക് ഇതിലുണ്ട്. നമ്മൾ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഒരു വിത്തൗട്ട് മേക്കപ്പിലാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ കാണുന്നത്. മേക്കപ്പ് ചെയ്യാതെ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു കോലത്തിലായിരിക്കും. ഓക്കെ, എനിവേസ്
നമുക്കിനി മേക്കപ്പിലേക്ക് കിടക്കാം. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ ചെയ്യുന്നതാണ് ഡെർം ഡോക്കിൻ്റെ ഫേസർ. ഇത് പർപ്പിൾ അടൂർ നമ്മുടെ പർപ്പിൾ ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത്. ഓൺലൈനിൽ നല്ല മേടിക്കുന്നത്. പർപ്പിളിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ മേടിക്കുന്നത്. അത് നമുക്ക് അവിടെ ഇങ്ങനെ പർപ്പിളിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഞാൻ അവിടെ നിന്നാണ് മേടിക്കുന്നത്. ആക്ച്വലി ഇത് തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് മേടിക്കണം. നാളെയോ മറ്റന്നാളോ അടൂർ പോകുന്ന ടൈമിൽ തുറന്ന് മേടിക്കണം. ഇത് തീർന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മൾ വെറും എച്ചികളല്ല, ഭൂലോക എച്ചികളല്ല. സോ നമ്മളിത് കുടഞ്ഞിട്ട് ഉപ്പിയിട്ടായെങ്കിലും നമ്മളിത് തേക്കത്തില്ല. കാരണം ഇതിൽ ഒട്ടുമില്ല ഗൈസ്. എങ്കിൽ പോലും ഞാൻ കടിഞ്ഞ് എടുത്തെടുത്ത് കറിച്ചുള്ള 2-3 ഡ്രോപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടും ഞാനിത് മേടിക്കാൻ മറന്നത് കൊണ്ടും നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫ്ലോപ്പ് ആക്കാൻ പാടില്ല. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്യാനുള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഉള്ള സമയത്ത് നമ്മൾ വാരി പൊത്തുമ്പം അറിയത്തില്ല, ഇല്ലാത്തപ്പം വേദനകൾ. എനിവേസ്, ഇനി നമുക്ക് ഈ പോൺസിൻ്റെ ക്രീം ഇട്ട് കൊടുക്കാം. പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അത് ഇച്ചിരി തോനെ നമുക്ക് എടുക്കാൻ കഴിയും, കാരണം നമുക്ക് അതിൻ്റെ പഞ്ഞ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി തോനെ എടുത്ത് നമുക്ക് ആദ്യം നമ്മുടെ റൈറ്റ് ചീക്കിലും, ദെൻ നമ്മുടെ ലെഫ്റ്റ് ചീക്കിലും, പിന്നെ നമ്മുടെ അപ്പർ ലിപ്സിലും ഇട്ട് നമുക്കൊന്ന് സുന്ദരിയാക്കാൻ പറ്റിയില്ല. ഇച്ചിരി പൊത്തിക്കോ. ഇത് ഇട്ടിട്ട് നമ്മളങ്ങ് വാരി പൊത്തുകയാണ്. ഇത് നല്ലൊരിതാണ്, നല്ല സുഖമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ബ്രൈറ്റനിങ് ഒക്കെ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്കും തോന്നുമായിരിക്കുമല്ലോ. എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കൂടുതലും പോൺസിൻ്റെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കാരണം പോൺസിന് അധികം പരസ്യമില്ല. എങ്കിൽ പോലും ഞാൻ പോൺസിൻ്റെ സാധനം മേടിക്കും. കാരണം എനിക്ക് പോൺസിൻ്റെ സാധനം മാത്രമേ പിടിക്കുള്ളൂ. ദെൻ നമുക്ക് പോൺസിൻ്റെ ക്രീം യൂസ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ? പോൺസിൻ്റെ ക്രീം ഇതും നല്ലൊരു ക്രീമാണ്. എല്ലാ ഫേസിലും പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ മേടിച്ച് തേക്കേണ്ടതാണ്. പക്ഷെ എനിക്കിഷ്ടമാണ്. അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇതും നമ്മൾ ഇങ്ങനെ ഇട്ട് കെടുക്കും. ഇതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് കുറച്ച് നേരം ഫാനിൻ്റെ കീഴിൽ വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ വെക്കുന്നില്ല. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. മാഴ്സിൻ്റെ ലിപ് ബാമാണ്. അത്യാവശ്യം നല്ല ലിപ് ബാമാണ്. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കളറും കിട്ടുന്നുണ്ട്. കണ്ടോളൂ. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. ആദ്യം നമ്മൾ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് മാത്രം ഇട്ടാൽ മതി. പക്ഷെ നമ്മൾ ഇത് മാത്രമല്ല ഇടുന്നത്. നമുക്ക് മാഴ്സിൻ്റെ ലിപ് ബാം കൂടി ഇടാം. ഓക്കെ, ഇത് ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഖൂബ്സൂരത് കുച്ചിപ്പുടിയുടെ ലിപ് ബാമാണ്. ട്രെൻഡിങ് സാധനങ്ങൾ നമ്മൾ മേടിക്കും. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഇടുന്നത്. നിങ്ങൾ കുറച്ച് വെറൈറ്റി ഇടുന്നവരായിരിക്കാം, എന്നാലും സാരമില്ല, നമുക്കറിയാവുന്ന രീതിയിൽ നമുക്കിടാം. ഓക്കെ. അയ്യോ, ഞാൻ ഈ എടുത്ത കൂട്ടത്തിൽ നമ്മുടെ ഐബ്രോ പെൻസിൽ എടുത്തിട്ടില്ല. ഞാൻ പോയി അതെടുത്തിട്ട് വരാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഐബ്രോ എഴുതാൻ നോക്കാം. സോ അതിനു മുമ്പ് നമുക്ക് ഇച്ചിരി ജെല്ല് തേച്ച് കൊടുക്കാം. ഇതൊക്കെ ഒരു സീക്രട്ടാണ് ഗൈസ്. ഇതൊന്നും നമ്മൾ പുറത്ത് പറയാറില്ല. സോ ഇത് നമ്മൾ തേച്ച് കൊടുക്കും.
ഇനി നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. സോ ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് നമുക്ക് ഇത് ഞാൻ മേടിച്ചിട്ട് ഇപ്പം തന്നെ ഒരു 6-7 മാസം, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 228 രൂപ എന്തോ ആണ് ഞാൻ മേടിച്ച സമയത്ത്. ഇതാണ്ടേ ഈ സൈഡ് കൊണ്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. ഇത് നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഐബ്രോ ബ്രഷ് ഉണ്ട്. ഇതൊക്കെ ഒരു പരിഷ്കാരമാണ്, ആരും സാരമില്ല, ഇരിക്കട്ടെ. നമുക്ക് എഴുതി കൊടുക്കാം. ഇത് ബ്ലാക്ക് ആണ്, ഇതിൻ്റെ ബ്രൗണും അവൈലബിൾ ആണ്. ആക്ച്വലി ഞാൻ ബ്രൗൺ കളർ എനിക്ക് ഐബ്രോ പെൻസിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ബ്ലാക്ക് മാത്രമാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതും നല്ലൊരു സാധനമാണ്. ഓൾറെഡി എൻ്റെ ഐബ്രോസ് എക്സ്ട്രാസ് ഒക്കെ വളർന്നിട്ടുണ്ട്, എടുക്കണം. പക്ഷെ ഞാൻ ഇവിടെ എടുക്കുന്നില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ എഴുതിക്കിട്ടേക്കാം. അയ്യോ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവളുടെ പിരിക്കും എന്താ മീശമാധവനിലെ ജഗതിയുടെ വിരുവം പോലെ ഇരിക്കുന്നതിന്. കാരണം നമ്മുടെ ഈ ക്യാമറയിൽ നോക്കി എഴുതുന്നത് കൊണ്ട് കുറച്ച് കളർ കൂടുതലായിട്ട് തോന്നുന്നുണ്ടല്ലോ. എന്നാലും സാരമില്ല ഗൈസ്, കിടന്നില്ലല്ലോ അല്ലേ. വൃത്തികേടുണ്ടെങ്കിലും ആർക്ക് പോയി? എനിക്ക് പോയി. എനിക്ക് വലിയ നടുമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല. കൊള്ളാമല്ലേ? കൊള്ളത്തില്ലേ ഗൈസ്? സോ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പൗഡർ പൊടി യൂസ് ചെയ്യും. ടാക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ പോട്ട്സിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പോട്ട്സ് മാജിക്കിൻ്റെ സാധനങ്ങൾ. ഈ പോട്ട്സിൻ്റെ സാധനങ്ങളാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. അത് സ്വല്പം പൗഡർ എടുക്കുക. ഇത്രയും പൗഡർ എടുക്കാം. ഇട്ടാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇടുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇതിനകത്തില്ല. സോ എൻ്റെ ഒരു കുഞ്ഞു മേക്കപ്പ്, ഫേസ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലെ മോയ്സ്ചറൈസർ, എൻചാൻഡറിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. എൻചാൻഡറിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. ഇത്രയൊക്കെ. പിന്നെ മാലയും കമ്മലും ഒക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് തന്നെയാണ് ഇടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മാറ്റാറില്ല. പിന്നെ സ്റ്റഡുകൾ മാറ്റാറുണ്ട്. സെക്കൻഡ് സ്റ്റഡ് മാറ്റാറില്ല, സ്റ്റഡ് മാത്രം മാറ്റും. ബാക്കൊന്നും നമ്മൾ മാറ്റാറില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആക്ച്വലി. നമുക്ക് ഹെയർ കൂടി സെറ്റ് ചെയ്യാം. ഹെയർ പ്രത്യേകിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ 24/7 ആളുകൾക്കും അറിയാം. മ്യൂസിക്കലി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സെൻസേഷനാണ്. കണ്ടന്റ് ഇട്ടപ്പോൾ വൈറലാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എപ്പോഴും മുടി അഴിച്ചാണ് ഇടുന്നത്. പിന്നെ ഒരു ബുഷ് ഇങ്ങനെ കയ്യിലിട്ടേക്കും, പക്ഷെ കെട്ടി വെക്കാറില്ല. എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ കാർക്കൂന്തൽ ഇങ്ങനെ അഴിഞ്ഞു കിടന്നാലും എനിക്കതിനൊരു ഭംഗി തോന്നാറും. ഓക്കെ ഗൈസ്, ഇത്രയും ഉള്ളൂ എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ഇതിൽ കാണിച്ചത് കൊണ്ടാണ് ഇത്രയും ടൈം ആയത്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ടൈമൊന്നും വേണ്ട. ഒരു 2, 3, 5 മാക്സിമം 5 അല്ലെങ്കിൽ 10 മിനിറ്റ്സ് മതി. ഈ 10 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ഒടുക്കി തീരും. കാരണം നമുക്ക് വലിയ പരിഷ്കാര മേക്കപ്പുകളൊന്നും വേണ്ട ഗൈസ്. പരിഷ്കാര മേക്കപ്പ് ഇല്ലാത്ത ആളുകൾ പറയുന്നത് ഇവൻ ഫുൾ കുട്ടിയാണെന്നാണ്. പക്ഷേ എനിക്കല്ലേ അറിയത്തുള്ളൂ ഗൈസ്, ഞാൻ ഫിൽറ്ററിൻ്റെ പുറത്താണ് ഈ ജീവിച്ച് പോകുന്നത്. എനിവേസ്, നിങ്ങൾക്ക് ഈ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ടാറ്റാ, ബൈ ബൈ.